മറ്റേ സ്വാമി ബഷീർ സ്വാമി വിചാരിക്കുക, ഇതല്ലല്ലോ. കുപ്പസ്വാമി ദാമോദരൻ ഔലിയ, അയാൾ മയ്യത്ത് നിലവേച്ച് സ്വന്തമാക്കി കബറുണ്ടാക്കി ആ കബറിങ്ങനെ പോലും ജാറം കെട്ടി അവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോയ കാന്തപുരം മുസ്ലിയാർ കാണാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇതാ. ഓച്ചിറുപ്പാപ്പ എന്ന് പിന്നീട് അറിയപ്പെട്ട ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ ഉപ്പാപ്പയുമല്ല മുസ്ലിമുമല്ല എന്ന് ആ നാട്ടുകാർ കണ്ടോ, ഇതാണ് ഓച്ചിറുപ്പാപ്പ, ഇതാണ് ഓച്ചിറുപ്പാപ്പ. ഓച്ചിറയിലെ അമുസ്ലിം വീടുകളിൽ വീടിന് മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് കുപ്പസ്വാമി ഈ വീടിന്റെ ഐശ്വര്യം. കുപ്പസ്വാമി ഈ വീടിന്റെ ഐശ്വര്യം. പക്ഷെ എന്ത് ചെയ്യാം, സ്വാമിനെ തട്ടിക്കൊണ്ടുപോയി മുസ്ലിങ്ങളായ ആളുകൾ, കാന്തപുരനുയായികൾ. എന്നിട്ട് ആ മയ്യത്ത് കൊണ്ടുപോയി മുസ്ലിങ്ങളെ പോലെ പെരുമാറി അത് എല്ലാ ഏർപ്പാടും ചെയ്ത് അവസാനം കൊണ്ടുപോയി മറവ് ചെയ്ത് ജാറമാക്കി പള്ളി സ്ഥാപിച്ച് പേരുമാറ്റി ഓച്ചിറുപ്പാപ്പയാക്കി മാറ്റി. അങ്ങനെ വലിയ സിയാറത്ത് കേന്ദ്രമായി മാറി. ഇന്നും അവിടുത്തെ മുസ്ലിങ്ങൾ കുപ്പസ്വാമി ശരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ മുസ്ലിമീങ്ങളായ ഇത്തരക്കാരായ ആളുകൾ അവർ ഓച്ചിറുപ്പാപ്പ കാക്കനെ തേടിക്കൊണ്ടിരിക്കുന്നു. രണ്ട് തേട്ടവും ഒരേ അടുത്തേക്കാണ്. അവരിപ്പോൾ ഞങ്ങളെ സ്വാമിയാണ്, ഇവരിപ്പോൾ ഞങ്ങൾ ഉപ്പാപ്പയാണ്. അവിടെ പോയി തേടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഏതും എന്തും വരുമാന മാർഗമാക്കാൻ പറ്റുമെങ്കിൽ അതിനൊക്കെ മുമ്പിൽ നിൽക്കുമെന്നിടത്തേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം അത് കാണിച്ചതേ ഉള്ളൂ. എന്നിട്ട് അവിടെ ദിയാറത്തും ദിക്റും ദുആയും സലാത്തും ദുആ സമ്മേളനവും എല്ലാം അതുമായി സംഘടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒക്കെ നേതൃത്വമായ ഈ പറയപ്പെടുന്ന കക്ഷികൾ തന്നെ, അഥവാ ഈ പരാമർശിക്കപ്പെടുന്ന അതേ മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ നോട്ടീസ് അടക്കം ഇവിടെ പ്രദർശിപ്പിച്ചത്. ആളെ ഫോട്ടോ നോട്ടീസ് അടക്കം അവിടെ ബാനറാക്കി ഫ്ലക്സ് ബോർഡാക്കി വെക്കാൻ കാരണം അതുകൊണ്ടാ. എന്താ അവിടെയും ഉദ്ഘാടനം ചെയ്യാത്തുന്നത് ഈ സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ തന്നെയാണ്. അന്നതിന്റെ കൂടെയുണ്ടായിരുന്ന സലീം അഹമ്മദാനി, യൂസുഫ് നദവി തുടങ്ങിയ സുന്നി പണ്ഡിതന്മാർ അതിന് മനം മടുത്തുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് മാറി വന്നു. സലീം അഹമ്മദാനിയൊക്കെ പറഞ്ഞു, ഞങ്ങളെന്ന് കാന്തപുരം മുസ്ലിയാരിലേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ വരരുത്, ഇത് യഥാർത്ഥത്തിന് ഉപ്പാപ്പയല്ല. പക്ഷെ അദ്ദേഹം വന്നു, ഉദ്ഘാടനം ചെയ്തു, അതോടുകൂടി അഡ്രസ്സായി, സർട്ടിഫിക്കറ്റായി, അത് ഇന്നും അറിയപ്പെടുന്ന ശൈഖായി മാറി. പക്ഷേ അന്ന് മുമ്പിലുണ്ടായിരുന്ന സലീം അഹമ്മദാനിയും യൂസുഫ് നദവിയും